17.90 കോടി രൂപ ആണ് പദ്ധതി വിഹിതം. ഇതിൽ 159.63 കോടി രൂപ മൃഗസംരക്ഷണ വകുപ്പിനുള്ളതാണ്. 30 കോടി രൂപ നബാർഡ് RADF വായ്പയും 9 കോടി രൂപ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സംസ്ഥാന വിഹിതവുമാണ്. മൃഗചികിത്സാ സേവനങ്ങളുടെ ഭാഗമായി 9 കോടി രൂപ അധികമായി ഉൾപ്പെടുത്തി ആകെ പദ്ധതി വിഹിതം 41.1 കോടി രൂപയായി ഉയർത്തുന്നു. ബീജസങ്കലന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ 9.2 കോടി രൂപ വകയിരുത്തുന്നു. സർ, പ്രത്യേക കന്നുകുട്ടി പരിപാലന പരിപാടിക്ക് 6 കോടി വർദ്ധിപ്പിച്ച് 48.5 കോടി രൂപയായി ഉയർത്തുന്നു. ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിന് 32.46 കോടി വകയിരുത്തുന്നു. ഗുണനിലവാരമുള്ള മാംസ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യക്ക് 17.14 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ആക്രമണം തടയാൻ മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി കർമ്മപരിപാടി തയ്യാറാക്കും. പോർട്ടബിൾ ABC സെൻ്ററുകൾ സ്ഥാപിച്ച് തെരുവുനായകളുടെ വന്ധ്യകരണം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനുള്ള സാധ്യതകൾ ആരായും. ഇതിനായിട്ട് 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, ക്ഷീരവികസനം മലപ്പുറം മൂർക്കനാട് മിൽമ പാൽപ്പൊടി ഫാക്ടറി ക്ഷീരവികസന വകുപ്പിൻ്റെയും മിൽമയുടെ നേതൃത്വത്തിൽ നബാർഡ് വായ്പ കൂടി വിനിയോഗിച്ച് 131 കോടി രൂപ മുതൽ മുടക്കി ഈ സർക്കാരിൻ്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ഏക പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റാണിത്. സർ, ക്ഷീരവികസന മേഖലയ്ക്കായി 120.93 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാളും 11.16 കോടി രൂപ അധികമാണ്. നെട്ടുകാൽ തേരിയിൽ പുതിയ കാലിത്തീറ്റ ഫാം സ്ഥാപിക്കുന്നതാണ്. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയോജകമണ്ഡലത്തിൽ ഒരു ഗ്ലോബൽ ഡയറി വില്ലേജ് സ്ഥാപിക്കുന്നതാണ്. ഈ പദ്ധതിക്ക് 3 ഘട്ടങ്ങളിലായി മൊത്തം 130 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. 25-26 ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, മത്സ്യബന്ധനം 2024 ലോക ഫിഷറീസ് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ മികച്ച മറൈൻ സ്റ്റേറ്റായും കൊല്ലം ജില്ലയെ മികച്ച മറൈൻ ജില്ലയായും അംഗീകരിച്ചിരുന്നു. സർ, സംസ്ഥാനത്തെ തീരദേശ മേഖലയുടെ വികസനത്തിനായി ഒരു തീരദേശ പാക്കേജ് അനുവദിക്കും. ഈ വർഷം ഇതിനായി 75 കോടി രൂപ അനുവദിക്കും. 55.17 കോടി രൂപ ചെലവ് വരുന്ന കോഴിക്കോട് സെൻട്രൽ ഫിഷ് മാർക്കറ്റിൻ്റെയും 48.24 കോടി രൂപ വരുന്ന ആലുവ ഫിഷ് മാർക്കറ്റിൻ്റെയും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കാസർഗോഡ്, പൊന്നാനി, പുതിയാപ്പ, കൊയിലാണ്ടി മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ 2025 മാർച്ച് മാസത്തോടുകൂടി മുതലപ്പുഴി ഹാർബർ 2026 ഡിസംബറിലും പൂർത്തിയാകുന്നതാണ്. ഈ വർഷവും മത്സ്യബന്ധന മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനായി മത്സ്യബന്ധന മേഖലയുടെ വിഹിതം 295.12 കോടിയായി ഉയർത്തുന്നു. ഇതിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പിനുള്ള 163.31 കോടിയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 35.31 കോടിയും ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാലയ്ക്ക് 35.50 കോടി രൂപയും ഉൾപ്പെടുന്നു. കേന്ദ്ര സഹായമായി 61 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. കടലോര മത്സ്യബന്ധന പരിപാടിക്ക് 41.10 കോടി, ഉൾനാടൻ മത്സ്യബന്ധന പദ്ധതിക്കായിട്ട് 80.91 കോടി രൂപയും വകയിരുത്തുന്നു. അക്വാകൾച്ചർ രംഗത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് 67.5 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ വികസന പദ്ധതിക്കായി 25-26 സാമ്പത്തിക വർഷം ആകെ 176.98 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യ മാനവശേഷി വികസന പദ്ധതികൾക്കായി 139.9 കോടി രൂപ വകയിരുത്തുന്നു. സർ, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും സ്കോളർഷിപ്പ് നൽകുന്നതിനും മത്സ്യത്തൊഴിലാളി വനിതകളുടെ ഉന്നമനത്തിനും 9 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. ഇതുവഴി മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യ മാനവശേഷി വികസനത്തിനുള്ള പദ്ധതി വിഹിതം 49 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സർ, കൊല്ലം നീണ്ടകരയിൽ യാൺ ടെസ്റ്റിംഗ് യൂണിറ്റ് ആൻഡ് നെറ്റ് ഫാക്ടറി ആരംഭിക്കുന്നതിനായി 5 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. പുനർഗേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 250 കോടി രൂപയും ബജറ്റ് വിഹിതമായ 178.10 കോടി രൂപയും ഉൾപ്പെടെ നാളിതുവരെ 428.1 കോടി രൂപയുടെ പുനർഗേഹം പദ്ധതിയുടെ നിർവഹണത്തിനായി അനുവദിച്ചിട്ടുണ്ട്. ഈ പദ്ധതിക്ക് കീഴിൽ 2428 വ്യക്തിഗത ഭവനങ്ങളുടെയും 390 ഫ്ളാറ്റുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ച ആകെ 2818 കുടുംബങ്ങളെ ഇതിനോടകം തന്നെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. പുനർഗേഹം പദ്ധതിക്ക് 20 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. ഇതുവഴി പദ്ധതി വിഹിതം 60 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പഴയതും ക്ഷയിച്ചതുമായ വീടുകൾ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് വേണ്ടി 10 കോടി രൂപ വകയിരുത്തുന്നു. ഗ്രൂപ്പ് ഇൻഷുറൻസ് 2.36 ലക്ഷത്തിൽ വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ സർക്കാർ അനുവദിച്ച് നൽകിയ 5.0935 ഹെക്ടർ ഭൂമിയിൽ പുതിയ ഫിഷറീസ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചു. കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാലയുടെ ശാക്തീകരണത്തിനും ഗവേഷണ വിജ്ഞാന പ്രവർത്തനങ്ങൾക്കുമായി 35.5 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തെക്കാളിലും 2 കോടി അധികമാണ്.